വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസറല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒരു സ്റ്റഡി പർപ്പസിനായിട്ട് എടുക്കുക, നോക്കുക, ലേൺ ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 3-ാം തീയതി ജൂലൈ മാസം, അതായത് 7ാമത്തെ മാസമായി കേട്ടോ. ഇന്നലെ നമുക്ക് ന്യൂ ഇയർ തുടങ്ങിയതുപോലെ ഉണ്ട്. 6 മാസം ടാറ്റ ബൈ ബൈ. അത്രയ്ക്കും സ്പീഡിലാണ് ടൈമിൻ്റെ ഓട്ടം, ടൈം സ്പീഡ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം വെച്ചാൽ, ഇവിടെ നമ്മുടെ ഓപ്ഷൻ ബയറാണ്. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് നമ്മൾ ആലോചിക്കേണ്ടത്, ടൈം ഡീക്കേ അല്ലേ. സോ ടൈം ഫാസ്റ്റായിട്ട് ഓടുന്നു എന്നുള്ളതിന് ഇതൊരു ചെറിയൊരു ഉദാഹരണമാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പുകൾ റെഡിയാക്കാനായിട്ട്. അതിന് സെറ്റപ്പുകൾ റെഡിയാക്കിയതിന് ശേഷമേ ഓപ്ഷൻ ബയർ ആവുള്ളൂ. ഓപ്ഷൻ ബയർ ആകണമെന്നുണ്ടെങ്കിൽ നിറച്ച് സ്ട്രാറ്റജിയും നിറച്ച് ടാലൻറ്റും ഒക്കെ വേണം. ഞാൻ അങ്ങനെ ആരെയും കുറ്റം പറയുന്നില്ല, പക്ഷേ ഓപ്ഷൻ സെല്ലറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. ഒരു 80% മാർക്കറ്റിലെ ആൾക്കാർ ചെയ്യുന്നത് ഓപ്ഷൻ സെല്ലിങ് തന്നെയാണ്. ലാസ്റ്റിലാണ് അവർ ബൈ ചെയ്യുന്നത്, വിറ്റിട്ട് തിരിച്ച് ബൈ ചെയ്യുന്നു. അതുപോലെ നമ്മൾ എല്ലാവരുടെയും കൂട്ടത്തിൽ പോവാതെ യുണീക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഓപ്ഷൻ ബയ്യിങ്, ദ പവർ ഓഫ് ഓപ്ഷൻ ബയ്യിങ്. ഇന്ന് നമ്മൾ നോക്കേണ്ടത്, ഇന്നലെ നമ്മൾ ക്ലിയറായിട്ട് പറഞ്ഞിരുന്നു, മൾട്ടി ഡേ ലോ എന്ന് പറഞ്ഞൊരു ലെവൽ ഇന്നലെ കൊടുത്തിരുന്നു. ടെലഗ്രാം ചാനലിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അവിടെ വന്നപ്പോൾ ഉള്ള റിയാക്ഷനൊക്കെ ഉണ്ടോ? ഇതൊക്കെ ഒരു നോട്ട് ചെയ്തിട്ട് വീണ്ടും ഇത് എങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്, അതിൻ്റെ എന്തൊക്കെയാണ് നടക്കുന്നത്. ഈ വീഴാൻ കാരണം ഇന്നലെ എക്സ്പയറിയുടെ ഒരു ദിവസം മുന്നേ ഉള്ള ദിവസമാണ് ഈ മൾട്ടി ഡേ ലോ ബ്രേക്ക് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? സോ ഇപ്പോൾ നിങ്ങൾക്കൊരു ക്ലൂ കിട്ടി. ആ ക്ലൂ ബേസ് ചെയ്ത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക സ്ട്രാറ്റജീസും കാര്യങ്ങളും. ഇന്ന് ഈ ലെവൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ എല്ലാവരും പറയുന്നത് പോലെ നമ്മൾ പറയുന്നില്ല. എല്ലാവരും പറയുന്നുണ്ട് എന്തോന്ന് സീറോ ഓർ ഹീറോ അങ്ങനെ എങ്ങാണ്ടോ ആണ് അല്ലേ. അത് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ പറയുന്നത് 22 അല്ലെങ്കിൽ 21 അല്ലെങ്കിൽ 22 12 മണിക്ക് ശേഷം അല്ലെങ്കിൽ 1 മണിക്ക് ശേഷം ഏതെങ്കിലും സ്ട്രൈക്ക് സപ്പോർട്ട് എടുക്കുന്നത് പോലെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. മോസ്റ്റ്ലി പി ആകാനാണ് ചാൻസ് കൂടുതൽ, അത് നോക്കുക. പി സപ്പോർട്ട് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു താഴൊന്ന് മുകളിലോട്ട് ആ പ്രീമിയം ഗ്രോ ആകുന്നത് കാണാം. നമ്മുടെ ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ 60 രൂപയാണ്, 60 റുപ്പീസാണ്. സോ അത് പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യുക. സോ ഇത്രയും നേരം കണ്ടതിൽ നന്ദി, നമസ്കാരം. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.